ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ഇങ്ക്സ്കേപ്പ് ട്യൂട്ടോറിയലാണ്. നിങ്ങൾക്ക് MS എന്ന് പറഞ്ഞ ഗെയിം അറിയായിരിക്കും. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. അതിലെ ക്യാരക്ടറും അതേപോലെ തന്നെ ഫേമസ് ആണ്. ഈ ക്യാരക്ടറിന് എങ്ങനെയാണ് നമുക്ക് ഇങ്ക്സ്കേപ്പ് എന്ന് പറഞ്ഞ വെക്റ്റർ ഗ്രാഫിക്സ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ക്സ്കേപ്പ് എന്ന് വെച്ചാൽ ഒരു ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. ഇത് വിൻഡോസ്, ലിനക്സ്, മാക് ഈ 3 ഓപ്പറേറ്റിംഗ് സിസ്റ്റവും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഇങ്ക്സ്കേപ്പ് തുറക്കുക. ഇതാണ് ഇങ്ക്സ്കേപ്പിൻ്റെ ഇൻ്റർഫേസ്. അത് ആദ്യം തന്നെ നിങ്ങൾ ഈ മെനുവിൽ ഒബ്ജക്റ്റ് പോവുക. എന്നിട്ട് ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്നുള്ള ഈ ടാബ് തുറന്നിടുക. അതേപോലെ തന്നെ ഒബ്ജക്റ്റിൽ അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് എന്നുള്ള ഈ ടാബും തുറന്നിടുക. ഇനി നേരെ ക്രിയേറ്റ് റെക്ടാങ്കിൾ ആൻഡ് സ്ക്വയർ എന്നുള്ള ഈ ടൂള് സെലക്ട് ചെയ്യുക. ഞാൻ അത് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒരു റെക്ടാങ്കിൾ ഇവിടെ വരയ്ക്കുകയാണ്. ഇത് ഇതിൻ്റെ വിഡ്ത്ത് എന്ന് വെച്ചാൽ ഹൈറ്റിനെക്കാട്ടും ചെറുതായിരിക്കണം. നമുക്ക് പിന്നെ വേണമെങ്കിൽ ഇതിൻ്റെ അളവൊക്കെ മാറ്റാം. അതിനെക്കൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനൊരു റെക്ടാങ്കിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കളറൊന്ന് മാറ്റുക. ഞാനിപ്പോൾ യെല്ലോ ഉള്ള റെഡ് ആക്കുന്നുണ്ട്. പിന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ റെഡ് കളർ സെലക്ട് ചെയ്തിട്ട് റെക്ടാങ്കിൾ ടൂളിലേക്ക് തന്നെ വരിക. ഇവിടെ ഈ 3 നോഡ് കാണാം. അതിൽ ഈ നോഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്തിട്ട് താഴോട്ടേക്ക് ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ റൗണ്ടഡ് ആയിട്ടുള്ള കോർണേഴ്സ് കിട്ടും റെക്ടാങ്കിളിന്. എന്നിട്ട് ഈ ബാക്കിലുള്ള ഈ യെല്ലോ റെക്ടാങ്കിൾ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ട്രാൻസ്ഫോം ടൂള് വരും. ഇവിടെ ഈ നടുക്കുള്ള ട്രാൻസ്ഫോം നോഡ് ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ടേക്ക് ഡ്രാഗ് ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 2 കൂടി സെലക്ട് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് യൂണിയൻ ചെയ്യുക. അപ്പോൾ അടി ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടും മേലെ റൗണ്ടായിട്ടുള്ള ഇങ്ങനെ ഒരു ഷേപ്പ് ക്രിയേറ്റ് ആയി വരും. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ കാലുകളാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും റെക്ടാങ്കിൾ ടൂളൊന്ന് സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു റെക്ടാങ്കിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ റെക്ടാങ്കിൾ റൗണ്ടഡ് കോർണേഴ്സ് ആയിരിക്കും. കാരണം നമ്മൾ ലാസ്റ്റ് ചെയ്തപ്പോൾ ഉള്ള സെറ്റിങ്സ് ഇതിനും ബാധകമാണ്. അതിനെക്കൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഇവിടെ നിന്ന് വെച്ച് നോക്കുകയാണ്. എൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. അതിന് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് എന്ന് അടിച്ചാൽ മതി. അപ്പോൾ അത് ഏതാണ്ട് ഓക്കെയാണ്. നമുക്ക് കുറച്ചൊന്ന് സൈസ് കുറയ്ക്കാം. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ റെക്ടാങ്കിൾ ഒന്ന് സെലക്ട് ചെയ്തു. അതുപോലെ ഈ ഷേപ്പ് സെലക്ട് ചെയ്തിട്ട് അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് മെനുവിലേക്ക് വരികയാണ്. ഈ മെനുവിൽ വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അലൈൻ ലെഫ്റ്റ് എഡ്ജ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ കാല് പോയിട്ട് ഈ ഷേപ്പിൻ്റെ ഏറ്റവും അറ്റത്ത് പോയി ഫിറ്റ് ആവും. അതുപോലെ തന്നെ ഇതിനൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. എന്നിട്ട് അതിനെ സെലക്ട് ചെയ്തിട്ട് വലിയ ഷേപ്പ് സെലക്ട് ചെയ്തിട്ട് അലൈൻ റൈറ്റ് സൈഡ് അടിക്കുക. ഇപ്പോൾ കാല് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് 3 സെലക്ട് ചെയ്യുക. ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് ഒന്ന് പാത്ത് പോവുക. എന്നിട്ട് യൂണിയൻ ചെയ്യുക. അപ്പോൾ നമ്മളെ ഷേപ്പ് റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി കാലിന് നീട്ടം പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് രണ്ടാമത്തെ ടൂള് സെലക്ട് ചെയ്യുക. എഡിറ്റ് പാത്ത് ബൈ നോട്ട്സ് എന്നുള്ള ടൂള്. എന്നിട്ട് ഈ കാലിൻ്റെ ഈ പോർഷൻ കാണുന്ന ഈ പോർഷൻ മൊത്തം സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ഞെക്കി പിടിച്ചിട്ട് താഴോട്ടേക്ക് ഡ്രാഗ് ചെയ്യുക. ഇനി കാല് മാത്രമാണെങ്കിൽ ഇതിൽ ഫസ്റ്റ് കാണുന്ന ഈ 3 നോട്ട്സ് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ഞെക്കി പിടിച്ച് ഡ്രാഗ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ബോഡി പാർട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിലൊരു ബാഗ് ഉണ്ട്, അത് ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒരു റെക്ടാങ്കിൾ ക്രിയേറ്റ് ചെയ്തു. ഇത്തവണ കുറച്ച് നീളത്തിലാണ് ക്രിയേറ്റ് ചെയ്തത്. റെക്ടാങ്കിൾ ഏതാണ്ട് ഇവിടെ വെച്ചു. ഇത് കറക്റ്റ് ഇതിൻ്റെ സെൻറ്ററിലാണ്. ഇത് കിട്ടണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾ ഈ റൈറ്റ് ഭാഗത്തുള്ള എനേബിൾ സ്നാപ്പിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അതേപോലെ തന്നെ സ്നാപ്പ് ബൗണ്ടിങ് ബോക്സസ് എന്നുള്ള ഓപ്ഷനും സ്നാപ്പ് ടു എഡ്ജ് ഓഫ് ബൗണ്ടറി എന്നുള്ള ഓപ്ഷനും അതേപോലെ തന്നെ സ്നാപ്പ് ബൗണ്ടിങ് ബോക്സ് കോർണേഴ്സ് എന്നുള്ള ഓപ്ഷനും എനേബിൾ ചെയ്യുക.
എന്നിട്ട് ഏറ്റവും ലാസ്റ്റുള്ള സ്നാപ്പ് സെൻറ്റർ ഓഫ് ബൗണ്ടിങ് ബോക്സസ് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടത് കറക്റ്റ് സെൻറ്ററിൽ ഇതിൻ്റെ എഡ്ജ് വന്ന് നിൽക്കും. ഇനി ഈ ഷേപ്പ് ചെയ്യാൻ മേലത്തെ ലോവർ സെലക്ഷൻ ടു ബോട്ടം എന്നുള്ള ഈ ഇത് ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ടേക്ക് വെക്കുകയാണ്. എന്നിട്ട് അതിന് മൊത്തത്തിൽ ഞാൻ റെഡ് കളർ കൊടുക്കുകയാണ്. ഈ ഷേപ്പും ഈ ബോഡിയും തമ്മിൽ യൂണിയൻ ചെയ്യേണ്ട ആവശ്യമില്ല. അത് എന്തുകൊണ്ടാണ് വഴിയെ മനസ്സിലാവും. ഇനി വേണ്ടത് ഐ പാർട്ടാണ്. അതിന് വീണ്ടും ഈ റെക്ടാങ്കിൾ ടൂൾ സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു റെക്ടാങ്കിൾ ക്രിയേറ്റ് ചെയ്തു. പിന്നെ അതിന് വൈറ്റ് കളർ കൊടുത്തു. തൽക്കാലം യെല്ലോ കൊടുക്കുകയാണ്. എന്നിട്ട് വൈറ്റിലേക്ക് മാറ്റാം നമുക്ക്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഏതാണ്ട് ഈ ഷേപ്പ് വെക്കുകയാണ്. കുറച്ച് സൈസ് കൂട്ടുകയാണ്. പിന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതൊന്ന് സൈഡോട്ടേക്ക് വെച്ചു. ഇനി ഇതിന് സ്ട്രോക്ക് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് മെയിനായിട്ടുള്ള ബോഡി ഞാൻ സെലക്ട് ചെയ്തിട്ട് താഴെ ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് സ്റ്റോക്ക് പെയിൻറ്റ് എന്നുള്ളതിൽ വന്നിട്ട് ഇവിടെ ഫ്ലാറ്റ് കളർ എന്നുള്ള സെലക്ട് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രോക്ക് വന്നിട്ടുണ്ടാവും. അവിടെ അങ്ങനെ സ്ട്രോക്ക് സ്റ്റൈലിൽ പോയിട്ട് നിങ്ങൾക്ക് അളവൊക്കെ മാറ്റാം. ഞാനിവിടെ 4 കൊടുത്ത് എൻ്റർ അടിക്കുകയാണ്. അതിൽ നിങ്ങൾക്ക് വേണ്ട അളവെടുക്കുക. ഒരു 7 കൊടുത്ത് നോക്കാം. ഓക്കെ, 7 ഇവിടെ എനിക്ക് പറ്റിയത്. നിങ്ങൾക്ക് ഏതാണ് നല്ല അളവെന്ന് തോന്നുന്നത് ആ ക്രിയേറ്റ് ചെയ്യാം. ഇനി ഞാൻ ഇതിനും അതേപോലെ തന്നെ സ്ട്രോക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് അളവ് എന്നുള്ള 7 കൊടുക്കുകയാണ്. ഈ പാർട്ട് വൈറ്റ് ആക്കിയിട്ട് ഇതിന് സ്ട്രോക്ക് കൊടുത്തു, 7 കൊടുത്തു. ഓക്കെ, ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഓക്കെ, ഇപ്പോൾ റെഡിയായി. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിലിങ്ങിലേക്ക് കിടക്കാം. ഇവിടെ ഈ കാലുകൾ രണ്ടും ചേരുന്ന ഭാഗത്ത് ഈ പോർഷന് കുറച്ച് ലെങ്ത്ത് വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഡ്രോ ബസിയർ കേർവ്സ് ആൻഡ് സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള ഈ ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ ഞെക്കി പിടിച്ചിട്ട് നേരെ കൊണ്ടുപോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ക്ലിക്ക് ചെയ്താൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരും. പിന്നെ എൻ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കംപ്ലീറ്റ് ആവും. എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ സ്റ്റോക്ക് സ്റ്റൈൽ എന്നുള്ളതിൽ 7 കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഇതിവിടെ കൊണ്ടുവെക്കുകയാണ്. ഇത് കറക്റ്റ് സെൻറ്ററിൽ കിട്ടണമെങ്കിൽ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തിട്ട് ബോഡിയും ക്ലിക്ക് ചെയ്യാം. നേരെ മേലെയുള്ള അലൈൻ ഡിസ്ട്രിബ്യൂട്ടർ മെനു പോയിട്ട് ഈ നടുക്കുള്ള കാണുന്ന സെൻറ്റർ ഓൺ വെർട്ടിക്കൽ ആക്സസും ക്ലിക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെ ലെങ്ത്ത് കുറയ്ക്കണമെങ്കിൽ ഷിഫ്റ്റ് ഞെക്കി പിടിച്ചിട്ട് കുറച്ചിട്ടുണ്ട് 2 സൈഡിലും ഒരേപോലെ കുറയും. ഇനി ഇതിൻ്റെ എഡ്ജ് ഷാർപ്പാണ്. റൗണ്ട് ആക്കണമെങ്കിൽ ലെയർ സ്ട്രോക്ക് സ്റ്റൈലിലേക്ക് പോവുക. അവിടെ പോയിട്ട് ഇവിടെ ക്യാപ്പ് എന്നുള്ളത് ഈ സെൻറ്ററിലുള്ള ഈ റൗണ്ട് ഗ്യാപ്പ് ആക്കുക. ഞാൻ ഇതിൻ്റെ വിഡ്ത്തൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ അതിൻ്റെ കാല് ജോയിൻ ചെയ്യുന്ന പാർട്ട് റെഡി ആയി കഴിഞ്ഞു. ഇനി കുറച്ചുകൂടി മൈന്യൂട്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. ഇനി ഞാൻ ജസ്റ്റ് ഈ ബോഡി പാർട്ടൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാണ്. ഇനി അതിന് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. എന്നിട്ട് ആ പാർട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാണ്. എന്നിട്ട് അതിൻ്റെ കളറൊന്ന് മാറ്റുകയാണ്. എന്നിട്ട് ലെഫ്റ്റ് ആരോ കീ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് സൈഡോട്ടേക്ക് മാറ്റുകയാണ്. ഇത് രണ്ടും സെലക്ട് ചെയ്തിട്ട് ഒന്ന് ഡിഫറൻസ് ചെയ്യുക. അതേപോലെ തന്നെ ബ്രേക്ക് പാർട്ട് ചെയ്യുക. എന്നിട്ട് ഈ ചെറിയ പാർട്ട് ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് ഈ പാർട്ടൊന്ന് ഇതിൻ്റെ സ്ട്രോക്ക് നമുക്ക് വേണ്ട. സ്ട്രോക്ക് പോയിട്ട് ഈ എക്സ് എന്നുള്ള ബട്ടൺ നോ പെയിൻ്റ് അടിക്കുക. എന്നിട്ട് ഇത് ഇവിടെ കൊണ്ടുപോയാൽ ഇവിടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്ന കാണാം. എന്നിട്ട് ഞാൻ താഴെ ഇവിടെ കളേഴ്സിൽ റെഡിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് എടുക്കുകയാണ്.
ശേഷം എന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ബോഡി പാർട്ട് ഒന്ന് ജസ്റ്റ് സെലക്ട് ചെയ്തു. ഇവിടെ പാത്തിൽ സ്ട്രോക്ക് ടു പാത്ത് അടിച്ചു. അതേപോലെ തന്നെ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അൺഗ്രൂപ്പ് ചെയ്തു. എന്നിട്ട് ഈ സ്ട്രോക്ക് ഒന്ന് സെലക്ട് ചെയ്തു. കറുത്ത സ്ട്രോക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് ഇതിനെ ഏറ്റവും മേലോട്ടേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഷേപ്പ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഈ ഹെഡിൻ്റെ പാർട്ട് ഏറ്റവും മേലെ കൊണ്ടുവന്നു. റൈറ്റ് ടു സെലക്ഷൻ ടു ടോപ്പ് അടിച്ചു. ഇനി നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഷേപ്പ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് അതിന് റെഡിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുകയാണ്. എന്നിട്ട് അതിനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്യുകയാണ്. ഇവിടെ ഫ്ലിപ്പ് സെലക്റ്റഡ് ഒബ്ജക്റ്റ് ഹൊറിസോണ്ടലി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ലോവർ സെലക്ഷൻ 1 സ്റ്റെപ്പ് എന്നുള്ള 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുന്നവരോ താഴോട്ടേക്ക് പോവും. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിനും അങ്ങനെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഈ ക്രിയേറ്റ് സർക്കിൾ എന്നുള്ള ടൂൾ എടുത്തിട്ട് ഏതാണ്ട് ഒരു എലിപ്സ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഒന്ന് ഞാൻ റൊട്ടേറ്റ് ചെയ്തു. അത് ചെറുതാക്കിയിട്ട് ഇവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാണ്. നമുക്ക് സ്റ്റിപ്പിംഗ് ഓഫ് ആക്കിയാൽ കറക്റ്റ് ഇവിടെ കൊണ്ടുപോയി പ്ലേസ് ആവും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്യാരക്ടർ. ഇനി ഇതിനൊന്ന് മൊത്തം ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യാണ്. ഇനിയിപ്പോൾ ഒറ്റ ഇതായി. ഇനി മൂവ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. നമുക്ക് ഇതിനെ ഒരു ഇമേജ് ആക്കി അല്ലെങ്കിൽ വാൾപേപ്പർ ആക്കി മാറ്റണമെങ്കിൽ അതിനാദ്യം PNG ആക്കിയിട്ട് എക്സ്പോർട്ട് ചെയ്യണം. അതിന് ഞാൻ ജസ്റ്റ് ഒരു റെക്ടാങ്കിൾ ഇവിടെ ഡ്രാഗ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ ടൂൾസിൽ മേക്ക് കോർണർ ഷാർപ്പ് ചെയ്തു. അതേപോലെ തന്നെ അതിന് റെഡ് കളറും എടുത്തു. ശേഷം അതിൻ്റെ സൈസ് നമുക്ക് മാറ്റാം. ഇനി ഞാൻ ഇവിടെ യൂണിറ്റ് പിക്സലാക്കി വിഡ്ത്ത് 90/20 ആക്കി. അതേപോലെ തന്നെ ഹൈറ്റ് 1080 ആക്കി. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇതിനൊന്ന് കൺട്രോളും ഷിഫ്റ്റും ഞെക്കി പിടിച്ചിട്ടൊന്ന് ചെറുതാക്കുകയാണ്. എന്നിട്ട് അതിനെ റേസ് സെലക്ഷൻ ടു ബോട്ടം ആക്കി, റേസ് സെലക്ഷൻ ടു ടോപ്പ് ആക്കി. എന്നിട്ട് ജസ്റ്റ് ഇതിനൊന്ന് ചെറുതാക്കി അഡ്ജസ്റ്റ് ചെയ്തു. ഇനി വേണമെങ്കിൽ ഇതിന് നമുക്കൊരു ഷാഡോ ഒക്കെ കൊടുക്കാം. ഷാഡോ കൊടുക്കേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഈ ക്രിയേറ്റ് സർക്കിൾ ടൂൾ അടിക്കാം. എന്നിട്ട് ജസ്റ്റ് ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അതിന് ബ്ലാക്ക് കളർ കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് താഴോട്ടാക്കി കൊടുത്തിട്ട് അതിൻ്റെ ഫിൽ ടാബ് പോയിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഇനി ഇത് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഫയലിൽ എക്സ്പോർട്ട് PNG ഇമേജ് അടിക്കാം. എക്സ്പോർട്ട് PNG ഇമേജ് അടിച്ച ശേഷം എക്സ്പോർട്ട് PNG ഇമേജ് അടിക്കുക. അവിടെ സെലക്ഷൻ കൊടുക്കുക. എന്നിട്ട് ഈ റെക്ടാങ്കിൾ ഒന്ന് സെലക്ട് ചെയ്തിട്ട് സെലക്ഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഫോൾഡറിലേക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യാനാവും. അപ്പോൾ ഇത്ര എളുപ്പത്തിൽ നമുക്ക് അമംഗ് അസ് ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യാം.